ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഗോൾഡിന്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 1.5 ലക്ഷം അടുത്തെത്തിയിട്ടുണ്ട് ഒരു പവന്റെ അല്ലേ. അപ്പം ആ ഒരു റേറ്റിൽ ഇപ്പം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഈ ഗോൾഡ് വിൽക്കുന്നതാണോ അതോ ഹോൾഡ് ചെയ്യുന്നതാണോ നല്ലത്? ഹോൾഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇനിയും ഇതിന്റെ വില കൂടും. യെസ്, കൂടി 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 പോകും. നല്ല അപ്പം നമ്മളെപ്പോഴും ഏത് സംഭവം അസറ്റ് ഹോൾഡ് ചെയ്യുന്നത് അതിന്റെ വാല്യൂ ഇങ്ങനെ കൂടും 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 കോമ്പൗണ്ടിങ് ആയിട്ട് വരുന്ന. എത്ര വരെ കൂടുമെന്ന് നമുക്ക് തന്നെ ഉറപ്പില്ല. എത്ര വേണമെങ്കിലും കൂടാം. ചിലപ്പോൾ 2 ലക്ഷം ആവാം അല്ലേ, 2 ലക്ഷം വരെ കൂടാം. അപ്പോൾ ഐഡിയലി ഈ ഗോൾഡൊക്കെ നമ്മൾ കുറേ മുന്നേ വാങ്ങിച്ചതായിരിക്കാം. അപ്പം നമുക്ക് മൈൻഡ് സെറ്റിൽ ഇത് വിൽക്കാൻ തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇനിയും ഇത് കൂടാൻ സാധ്യതയുണ്ട്. ആകെ മനസ്സിലാക്കേണ്ടത് ഏത് സമയത്തും ഇത് കൂടി. ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻസും ഡോളർ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു, വാറിൻ്റെ ഒരു ഇങ്ങനത്തെ എല്ലാം ഡോളറിൻ്റെ ഡെഫിസിറ്റ് അങ്ങനെയെല്ലാം കൊണ്ടാണ് വന്നിട്ട് ഈ പറഞ്ഞ ഗോൾഡിൻ്റെ റേറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത്. ഒരു സമയത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ദർ ഇസ് എ പോസിബിലിറ്റി ഒരു റേറ്റിൽ വന്ന് സ്റ്റിക്കായി കഴിഞ്ഞാൽ, എപ്പോഴാണെന്ന് എനിക്കറിയില്ല, അവിടുന്ന് പിന്നെ ചിലപ്പോൾ 5, 10, 20 വർഷത്തേക്ക് ചിലപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് അതേ റേറ്റ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനത്തെ ഒരു കാലഘട്ടം ഇന്ത്യയിലുണ്ടായിരുന്നു. ഗോൾഡ് സ്റ്റേബിളായിട്ട് 20 വർഷത്തോളം ഗോൾഡിൻ്റെ റേറ്റ് ഒരിക്കലും മാറാതെ അതേ സ്റ്റേബിളായിട്ട് നിന്നുകൊണ്ട് കാലഘട്ടം. 1980 മുതൽ 2000 വരെ ഗോൾഡിൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് സ്റ്റേബിളായിരുന്നു. ഇത്രയും വോളറ്റൈൽ അല്ല. 1980 സമയത്ത് മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ ഗോൾഡ് വാസ് എ വെരി വെരി നോർമൽ. അന്ന് ഗോൾഡിനെ ആരും തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മെറ്റലായിട്ട് കണ്ടില്ല. അന്നൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന മെറ്റലായിട്ടായിരുന്നു കൂടുതൽ വന്നത്. അല്ലെ, കല്യാണത്തിനും കാര്യങ്ങൾക്കും ആ ഒരു സമയത്ത് ഒരു ആഭരണമായിട്ടായിരുന്നു. ഇറ്റ് ഇസ് നോട്ട് എൻ ഇൻവെസ്റ്റ്മെന്റ് മോഡ്. ഗോൾഡ് വാസ് നോട്ട് എൻ ഇൻവെസ്റ്റ്മെന്റ് മോഡ്. ഇന്ന് ഇത്രയും വോളറ്റൈൽ മാർക്കറ്റ് ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുറേ ഇൻവെസ്റ്റേഴ്സിൽ വരുന്നു അല്ലെ. കൂടുതൽ ഡിമാൻഡ് വരുന്നതിനനുസരിച്ചിട്ടാണ് അതിന്റെ പ്രൈസ് കൂടുന്നത് അല്ലെ. വാങ്ങാൻ അപ്പുറത്ത് ഡിമാൻഡ് വരുമ്പോഴാണ് ഒന്നിന് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റേജിൽ വന്നിട്ട് ചിലപ്പം 2 ലക്ഷത്തിലോ 2.25 ലക്ഷത്തിലോ പോയി സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 വർഷം 10 വർഷത്തേക്ക് ഗോൾഡ് സ്റ്റേബിൾ ആകുമെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അന്നേരം ഈ ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. കാരണം വില മാറുന്നില്ല. അവർ പാർട്ടിസിപ്പേറ്റ് ഇല്ല. അവർ ഇമ്മീഡിയറ്റ്ലി അത് ഡിസ്പേഴ്സ് ചെയ്യാൻ തുടങ്ങും. അതപ്പം തന്നെ അവർ വിൽക്കാൻ തുടങ്ങും. അപ്പം എന്താ സമയം, ആ ഒരു സമയത്ത് ശരിക്കും ജെന്യുവിൻ ബയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. Fintaxman, the mentor your business needs.